പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. ജില്ലാ പോലീസ് മേധാവി VB കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലയിലെ 169 പോലീസ് സ്റ്റേഷൻ പരിധികളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. 8 നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ബൂത്തുകളിലും നിർഭയമായും സുരക്ഷിതമായും സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും തൃശൂർ റൂറൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൊട്ടിക്കലാശം, തെരഞ്ഞെടുപ്പ് ദിനം, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപന ദിനം എന്നിവയ്ക്കായി പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം വ്യാപകമായി ഡ്രോൺ നിരീക്ഷണം നടത്തും. തെരഞ്ഞെടുപ്പ് സുഗമവും സമാധാനപരവുമായി നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ അത്യാധുനിക ഡ്രോൺ സർവൈലൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രത്യേക ഡ്രോൺ സർവൈലൻസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ നിലവിലെ 3 പോലീസ് സബ് ഡിവിഷനുകളായ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നിവയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി പുതുക്കാട്, വാടാനപ്പള്ളി, ചേർപ്പ് എന്നീ സബ് ഡിവിഷനുകൾ കൂടി പുതിയതായി രൂപീകരിച്ചു. സുരക്ഷാ നടപടികൾ എളുപ്പത്തിലും ദ്രുതഗതിയിലുമാക്കുവാനുമാണ് വിഭജനം. 6 സബ് ഡിവിഷനുകളിലായാണ് പോലീസ് സുരക്ഷ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുകൾ ജില്ലയിലുടനീളം നിരീക്ഷണം നടത്തും. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം അധികം വോട്ടെടുപ്പ് തീയതിക്ക് വേണ്ടത്ര സമയം ലഭിച്ചിട്ടില്ലെങ്കിലും മുന്നണി സ്ഥാനാർത്ഥികൾ അതിവേഗതയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. കടുത്ത ചൂടിനെ അവഗണിച്ച് ദിവസങ്ങൾ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ചൊവ്വാഴ്ച സമാപനമാവുക. കുടുംബയോഗങ്ങൾക്കും സ്വകാര്യ സന്ദർശനങ്ങൾക്കുമപ്പുറം കലാജാഥയും പാട്ടുവണ്ടിയും റോഡ് ഷോയുമായിരുന്നു മുന്നണികൾ പ്രചരണം കൊഴിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് LDF ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ UDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം മറ്റൊന്നും കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെന്ന പ്രചരണത്തിലായിരുന്നു UDFന്റെ ഊന്നൽ. ഇരു മുന്നണികളും മാറി മാറി വിജയിച്ചിട്ടും ഇരിങ്ങാലക്കുടയെ വികസന മുരടിപ്പിലേക്ക് നയിച്ചുവെന്നും മാറ്റം വേണമെന്നുമായിരുന്നു NDA പ്രചരണം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ സ്നേഹസമ്പന്നരായ ജനങ്ങളുടെ ബുദ്ധഖണ്ഡമായ പ്രശംസ പിടിച്ചുപറ്റിയ വരദാനങ്ങളുടെ നാട്ടിലെ മനുഷ്യസ്നേഹി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ക്രമസമാധാന മേഖലയിൽ നമ്മുടെ നാടിനൊരു പൊന്നെ നമ്മുടെ ബിന്ദു ടീച്ചറെ ചുറ്റിക്കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുടയുടെ വികസന നായിക സഖാവ് ഡോക്ടർ R ബിന്ദുവിനെ നമ്മുടെ സ്വന്തം ബിന്ദു ടീച്ചറെ ചുറ്റിക്കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ ഹൃദയ അംഗീകാരം നൽകി വിജയിപ്പിക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥന. കളയുന്ന ലാഘവത്തോടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉപേക്ഷിച്ച കമ്മ്യൂണിസം പ്രളയത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും അകപ്പെടുന്നവർക്ക് വരുമ്പോ തിളക്കടി കണ്ണമോ നായക്കുട്ടി ഞാൻ വല്ലത്തുര നായക്കുട്ടി സന്തക്ക് പോരേ വേനലവധിക്കാലത്ത് നടത്തുന്ന വിശ്വാസ പരിശീലന ഗ്രേസ് ഫെസ്റ്റ് 2026
കൊമ്പടി ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട വിദ്യാജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ റിജോയ്സ് പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസ് കിഴക്കുന്തല, ഫാദർ സിബു കള്ളാപ്പറമ്പിൽ, ജോജോ കണ്ണമ്പിള്ളി, സിസ്റ്റർ മരിയൻ, PF ആന്റണി മാസ്റ്റർ, മെൽബിൻ കെ എന്നിവർ പ്രസംഗിച്ചു. KECB കാട്ടൂർ സെക്ഷനു കീഴിൽ പുതിയതായി സ്ഥാപിച്ച കാട്ടിക്കുളം ട്രാൻസ്ഫോമറിലൂടെ ചൊവ്വാഴ്ച മുതൽ വൈദ്യുതി പ്രവഹിക്കുമെന്ന് KECB അധികൃതർ അറിയിച്ചു. വെളക്കനാടൻ ട്രാൻസ്ഫോമറിനു കീഴിൽ ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കൽപ്പറമ്പ് പാലമറ്റത്ത് അബ്രഹാം അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഏപ്രിൽ 10 വെള്ളിയാഴ്ച വൈകിട്ട് 4 കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. അമ്മിണി ഭാര്യയും റാണി, സ്റ്റാൻലി, ബിറ്റോ എന്നിവർ മക്കളുമാണ്. സോജൻ, ജിംസി, നിത എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.